ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയാലിറ്റി ടോക്സ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ നീറ്റ് ആസ്പിറൻസിന് വളരെയധികം നീറ്റല്ല ആയിക്കോട്ടെ ഏതായാലും ലൈഫിൽ ഒരു വലിയ പൊസിഷനിലെത്തി ഒരു ഹൈലി സക്സസ്ഫുൾ ആകണമെന്ന് ചിന്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആർക്കെന്നല്ല, അവർ മസ്റ്റായിട്ടും വായിക്കേണ്ട ഒരു ബുക്കാണ് ചേതൻ ഭഗത്തിൻ്റെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചേതൻ ഭഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ പറയാം, ചേതൻ ഭഗത്ത് എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് റൈറ്ററാണ്. ചേതൻ ഭഗത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ഹാഫ് ഗേൾ ഫ്രണ്ട്, ടു സ്റ്റേറ്റ്സ് ഇതുപോലുള്ള ബുക്കുകളാണ് കൂടുതലും മിക്കവരും വായിച്ചേക്കുന്നത്. അപ്പോൾ ചേതൻ ഭഗത്തിൻ്റെ ഈ ഒരു ബുക്ക് 11 റൂൾസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചേതൻ ഭഗത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ ചേതൻ ഭഗത്തിൻ്റെ 11 റൂൾസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്താൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈഫിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറും. അതാണ് ഈ ഒരു ബുക്കിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ബുക്ക് എന്തായാലും ലൈഫിൽ എവിടെയെങ്കിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എന്തായാലും ഈ ഒരു ബുക്ക് ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം. ഇതിൽ ചേതൻ ഭഗത്ത് നമുക്ക് റൂൾസിനെ കുറിച്ച് തന്നെ പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് 11 റൂൾസ് ഓഫ് ലൈഫ് എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബുക്കിൽ ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പറഞ്ഞു തരാം. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേതൻ ഭഗത്ത് നല്ല മഴയുള്ളൊരു ദിവസം ഫുഡ് ഓർഡർ ചെയ്യുന്നു. ചേതൻ ഭഗത്ത് നല്ല മഴയുള്ള ദിവസം ഫുഡ് ഓർഡർ ചെയ്ത് ഇങ്ങനെ വിശന്നിരിക്കുമ്പോഴത്തേക്കും ഈ ഡെലിവറി ബോയ് ഒരുപാട് ലേറ്റായിട്ടാണ് വരുന്നത്. മഴയൊക്കെ നനഞ്ഞിങ്ങനെ വന്നപ്പോൾ ചേതൻ ഭഗത്ത് ചോദിച്ചു, ഞാൻ എപ്പോൾ ഓർഡർ ചെയ്ത ഫുഡാണ്, നിങ്ങളിത് എപ്പോഴാണ് കൊണ്ടുവരുന്നത് എന്നിങ്ങനെ ചേതൻ ഭഗത്ത് ചോദിച്ചപ്പോൾ ആ ഡെലിവറി ബോയ് ആദ്യമേ കള്ളം പറഞ്ഞു. എൻ്റെ ബൈക്കിൻ്റെ ടയർ പഞ്ചറായി, അതുകൊണ്ട് ലേറ്റായതാണെന്ന് പറഞ്ഞു. പക്ഷെ ചേതൻ ഭഗത്തിന് അപ്പം തന്നെ മനസ്സിലായി അത് കള്ളമാണെന്ന് മനസ്സിലായി. മഴ ആയതുകൊണ്ട് തന്നെ ചേതൻ ഭഗത്ത് ആ ഡെലിവറി ബോയെ വീട്ടിനകത്തോട്ട് വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡെലിവറി ബോയുടെ മുഖത്ത് ഒരു സാഡ്നെസ് ചേതൻ ഭഗത്ത് നോട്ട് ചെയ്തു. അങ്ങനെ അത് തിരക്കിയപ്പോൾ ആ ഡെലിവറി ബോയ് പറഞ്ഞു, എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് ലൈഫ് മടുത്തു, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ചേതൻ ഭഗത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ശരി നീ സൂയിസൈഡ് ചെയ്തോ, പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷനുണ്ട്. ഞാൻ ഓരോ ദിവസവും ഫുഡ് ഐറ്റം ഓർഡർ ചെയ്യും. ആ ഓരോ ദിവസവും നീ എന്ത് ചെയ്യണം, നീ തന്നെ ആയിരിക്കണം എനിക്ക് ഫുഡ് കൊണ്ടുവരേണ്ടത്. ആൻഡ് നീ ഫുഡ് കൊണ്ടുവരുന്ന ഓരോ ദിവസവും ഞാൻ നിനക്ക് ഓരോ റൂൾസ് പറഞ്ഞു തരും. ആ ഓരോ റൂൾസ് നീ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ആ ഓരോ റൂൾസ് നീ കേട്ടിട്ട് നീ വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്തോ എന്ന് ചേതൻ ഭഗത്ത് പറയും. ഒരിക്കലും ഒരു പെണ്ണിട്ടിട്ട് പോയതിൻ്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ല ലൈഫ് എന്നൊക്കെ ഇങ്ങനെ ചേതൻ ഭഗത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ ഈ ഡെലിവറി ബോയ് ഓരോ ദിവസവും വരുമ്പം ചേതൻ ഭഗത്ത് ഓരോ റൂൾസ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ ഓരോ റൂൾസും എന്ത് ചെയ്തു, ഈ ഡെലിവറി ബോയ് വെറുതെ കേട്ടിരുന്നല്ല, അത് അയാൾ എന്ത് ചെയ്തു, ഫോളോ ചെയ്തു. ആൻഡ് അറ്റ് ദ സ്റ്റോറിയുടെ എൻഡിൽ എന്താവുന്നുണ്ട്, ഈ ഡെലിവറി ബോയ് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാനായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത് പ്യുവർലി മോട്ടിവേഷൻ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ബ്രെയിനിനെ പറ്റിയിട്ടാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിളിനെ പറ്റിയിട്ട് ഒരു സയൻറ്റിഫിക് വ്യൂവും കൂടെ ഈ ഒരു സ്റ്റോറി ബുക്കിൽ വരുന്നതുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ബുക്ക് മസ്റ്റായിട്ടും വായിച്ചിരിക്കണം. ചേതൻ ഭഗത്തിൻ്റെ ഈ ഒരു ബുക്ക് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വായിക്കണം. ആൻഡ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.